ഡൽഹിയിൽ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ബിജെപി തുടരുന്നു എന്നുള്ള വിവരം ലഭ്യമാകുന്നു. കേന്ദ്ര നിരീക്ഷകർ എംഎൽഎമാരുമായി ചർച്ച നടത്തുന്നുണ്ട്. ദളിത് വിഭാഗത്തിൽ നിന്നോ ജാട്ട് വിഭാഗത്തിൽ നിന്നോ ഉള്ളയാളെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ആർ രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, ഒരുപാട് പേരുകൾ ചർച്ചയിലുണ്ട്. പക്ഷേ തീരുമാനം ബിജെപിയുടേതാണ്, RSSന്റേതാണ്. എന്താണ് അവസാനവട്ട ചർച്ചകളുടെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, അതുപോലെ തന്നെയാണ്. കാരണം ഒരുപാട് പേരുകളുണ്ട്, ഒപ്പം തന്നെ പുതിയ ചില പേരുകൾ കൂടി ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പ്രഖ്യാപനം മാത്രം ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഏതായാലും JP നഡ്ഡ BJP ദേശീയ അധ്യക്ഷൻ ജനറൽ സെക്രട്ടറിമാരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിലും ഏതായാലും ഈ വിഷയത്തിൽ കാര്യമായ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു നടപടിക്രമമുണ്ട്. അതനുസരിച്ച് കേന്ദ്ര നിരീക്ഷകർ MLA-മാരുമായി ചർച്ച നടത്തും. ആ ചർച്ചയിലാണ് പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികം ശരിയാണത്. പക്ഷേ അതിനു മുൻപ് ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കാറുണ്ട്. ആ തീരുമാനം നിരീക്ഷകർ പങ്കുവെക്കുന്നതാണ് പൊതുവെ പതിവ്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ ജാട്ട് വിഭാഗത്തിനോ ഉള്ള ഒരു നേതാവ്, ഒരു MLA മുഖ്യമന്ത്രിയാകണമെന്നാണ്. കാരണം ഡൽഹിയിലെ BJP വിജയത്തിൽ ജാട്ടുകളുടെ വോട്ട് നിർണായകമായിരുന്നു. ഏതാണ്ട് 48 MLA-മാരിൽ 12 പേർ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഹരിയാനയിലൊക്കെ BJP സ്വീകരിച്ചു പോരുന്ന തന്ത്രം ജാട്ടിതര വോട്ടുകളെ ഏകീകരിച്ചുകൊണ്ടൊരു വിജയമാണ്. പക്ഷേ ഈ ഡൽഹിയിലെ വിജയത്തിന് ശേഷം ജാട്ട് നേതാക്കളുമായി അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു. ഒപ്പം അവരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ജാട്ട് വിഭാഗത്തിനുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് കൂടാതെ കഴിഞ്ഞൊരു 2 തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ സംവരണ സീറ്റുകളിൽ BJP വിജയിക്കുന്നത് ആദ്യമായാണ്. മാത്രവുമല്ല, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ദുഷ്യന്ത് ഗൗതമിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആഗ്രഹം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു. ഏതായാലും ദളിത് വിഭാഗത്തിൻ്റെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ജാട്ട് വിഭാഗത്തൊരു നേതാവ് വരികയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ പർവേഷ് സാഹിബ് സിംഗ് വർമ്മയ്ക്ക് സാധ്യത കൂടുതൽ തെളിയും. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി ചർച്ചകളിലുണ്ട്. ജാട്ട് വിഭാഗത്തൊരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും പർവേഷ് വർമ്മ തന്നെയായി മുമ്പിൽ. പക്ഷേ മറ്റു പല പേരുകളിലും ഈ ഘട്ടത്തിൽ ചർച്ച തുടരുകയാണ്. പ്രത്യേകിച്ച് ആശിഷ് സൂദിന്റെ പേര് ചർച്ചകളിലുണ്ട്. മുൻ അധ്യക്ഷന്മാരായ വിജേന്ദ്ര ഗുപ്ത, സതീഷ് ഉപാധ്യായ തുടങ്ങിയവരുടെ പേരുകളുണ്ട്. വനിതാ നേതാക്കളാണെങ്കിൽ ശിഖാറായുടെ പേരുണ്ട്, രേഖ ഗുപ്തയുടെ പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയിലേക്ക് വരുന്നത് പവൻ ശർമ്മയുടെയും ഒപ്പം തന്നെ അജയ് മഹാവറിന്റെയും പേരുകളാണ്. അങ്ങനെ 6 or 7 പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന നിലയിൽ തന്നെ ചർച്ചകൾ സജീവമായുണ്ട്. ഏതായാലും BJP നിലവിൽ 15 MLA-മാരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രിയും MLA-മാരും ഒപ്പം സ്പീക്കറെ അടക്കം തീരുമാനിക്കുക. അങ്ങനെ 9 പേർ, 7 പേരുടെ മുഖ്യമന്ത്രി അടക്കം 7 മന്ത്രിമാർ, ഒപ്പം തന്നെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അങ്ങനെ 9 പേരായിരിക്കും ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുക എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു.